ഡോക്ടർ വി കെ ഗുപ്ത എന്ന 64-കാരൻ ഇന്ത്യയുടെ ഡ്രഗ് റെഗുലേറ്ററായ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അംഗീകരിച്ച കാർ-ടി സെൽ തെറാപ്പി സ്വീകരിച്ച് ക്യാൻസർ രോഗവിമുക്തനായതിന്റെ വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ഇപ്പോൾ നാസിക്കിൽ നിന്നുള്ള ഈശ്വരി ഭാഗ്യരവ് എന്ന 9 വയസ്സുകാരിയിലും ഇന്ത്യയിൽ വികസിപ്പിച്ച ഈ പ്രത്യേകതരം ചികിത്സാരീതി ഫലം കണ്ടുവെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഈ ചികിത്സാരീതി ലുക്കീമിയ, ലിംഫോമ തുടങ്ങിയ രക്താർബുദ രോഗികളിൽ കൂടുതൽ ഫലപ്രദമാണെന്നാണ് പറയപ്പെടുന്നത്. രോഗിയുടെ രക്തത്തിൽ നിന്ന് ഇമ്മ്യൂൺ സെല്ലുകളായ ടി സെല്ലുകളെ വേർതിരിച്ചെടുത്ത് ലബോറട്ടറിയിൽ പരിഷ്കരിച്ചെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രോഗിയുടെ പ്രതിരോധ ശേഷിയെ ജനിതകപരമായി പരിഷ്കരിച്ചെടുത്ത് ക്യാൻസർ സെല്ലുകളോട് പോരാടാൻ പ്രാപ്തമാക്കുകയാണ് ചെയ്യുന്നത്. 6-ാം വയസ്സിൽ രക്തത്തെയും മജ്ജയെയും ബാധിക്കുന്ന അക്യൂട്ട് ലിംഫോസൈറ്റിക് ലുക്കീമിയ സ്ഥിരീകരിച്ച പെൺകുട്ടിയാണ് ഈശ്വരി. കുട്ടികളിൽ കാർ-ടി സെൽ തെറാപ്പി നടത്തിയതിന്റെ ആദ്യ ഗുണഭോക്താവുമാണ് ഈശ്വരി. ഈ തെറാപ്പിയുടെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള അനുമതി വർഷാവസാനത്തോടെ ലഭിക്കുമെന്നാണ് കരുതുന്നതെന്ന് ടാറ്റ മെമ്മോറിയൽ സെന്ററിലെ ഡോക്ടർമാർ വ്യക്തമാക്കി. രാജ്യത്തെ ക്യാൻസർ രോഗികൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ് കാർ-ടി സെൽ തെറാപ്പിയുടെ വിജയം.